അപ്പൊ എന്ന പോലെ വീരാനൂര്യപ്പാവൻ അള്ളാഹു മർക്കതവും ഹാജാന്റെ തർബീയത്തിലൂടെ വളർന്ന് വിലായത്ത് കെട്ടി പക്ഷിയായി പറന്നിരുന്നു. വീരാനൂര്യപ്പാവ വല്ല വണ്ടിയിലും കയറി സഞ്ചരിച്ച ചരിത്രമല്ല, ഒരു വണ്ടിയിലും കയറി സഞ്ചരിച്ച ചരിത്രമല്ല. എന്നാ വീരാനൂര്യപ്പാവ ഇല്ലാത്ത ഒരു സ്ഥലമല്ല. കാറിൽ നിർബന്ധിച്ച് പിടിച്ച് കയറ്റിയ ഒരു സംഭവം ഈ കോട്ടപ്പുറത്തേര്, ഈ വളാഞ്ചേരി പോണ കോട്ടപ്പുറം, വീരാനൂര്യപ്പാവനെ പിടിച്ച് കാറിൽ വലിച്ച് കയറ്റിയ സംഭവമുണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യത്തിന് കൊണ്ടുപോയതാണ്. അമ്പകുന്ന് വന്നിട്ട് കോട്ടപ്പുറം ഭാഗത്ത് ഒരു സ്ത്രീക്ക് പൈശാചികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവര് വീരാനൂര്യപ്പാവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, വീരാനൂര്യപ്പാവനോട് കോട്ടപ്പുറം തങ്ങളുണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ടൊക്കെ തങ്ങളാ നോക്കുക, അവിടെ നിന്നിട്ടാ വീരാന്റെ ജോലി എന്ന് പറഞ്ഞു. പക്ഷെ അവര് സമ്മതിച്ചില്ല. കോട്ടപ്പുറം തങ്ങളെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നാട്ടുകാരാണ്, അവർക്ക് വിലല്ല. കാരണം ജുമാന്റെ നേരത്തൊക്കെ ഇങ്ങനെ റോട്ടിരുന്ന് കളിച്ചു, മജിദൂപ്പാണ്, ജനങ്ങൾക്ക് വില ഉണ്ടായിരുന്നില്ല. അപ്പൊ വീരാനിപ്പോ പറഞ്ഞു കോട്ടപ്പുറം തങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെ കോട്ടപ്പുറം തങ്ങൾ നോക്കാം, അവിടെ നിന്നിട്ടാ വീരാന്റെ പണി. പക്ഷെ ഇവര് കേട്ടില്ല. ഇവര് നിർബന്ധിച്ച് വീരാനെ പോവാനെ കാറിൽ നിർബന്ധിച്ച് കയറ്റി. കുറച്ചാണ് നീയപ്പോ കാറിൽ വീരാനൂര്യപ്പാവല്ല, വീരാനൂര്യപ്പാവ കാറിലില്ല. വളരെ വിഷമിച്ചു. വീട്ടിലേക്ക് അവരെത്തി. വീട്ടിലെത്തിയപ്പോ വീരാനൂര്യപ്പാവിന്റെ അവിടെ കോട്ടപ്പുറം തങ്ങളുണ്ട് വീട്ടില്. രണ്ടാളുകളെ കുട്ടിയില് അതിന്റെ സഹോദരിക്ക് പൈശാചിക ബുദ്ധിമുട്ടായിരുന്നു. അവരത് സുഖപ്പെടുത്തുകയും ചെയ്തു. ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു. ആകെയുള്ളൊരു തകരാറ് ദുന്യാവിനോടൊരു വലിയ മഹബത്ത് ഉണ്ടായിപ്പോയി എന്നാണ്. ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കിയ ദുന്യാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ ഒരു മഹബത്ത് മൂപ്പർക്ക് ഇല്ലെങ്കിൽ ത്വാറഫിൽ ഹവ, ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു. അവരോട് നമുക്ക് പറയാനുള്ളത് ദുന്യാവിനോടുള്ള യാതൊരു മഹബത്തും മൂപ്പർക്കില്ല. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ മൂപ്പര് ആകാശത്തിൽ കൂടി പറക്കുകയാണ് ഇപ്പൊ ചെയ്യണം. ഹയാത്ത് കാലത്തും ആകാശത്തിൽ കൂടി പറക്കാറൊക്കെ കഴിയണ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവൻ. അവരോട് അടുത്തുകൊണ്ടിട്ട് അവരാരാന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും സാധിച്ചില്ല. അതാണ് നമുക്കൊക്കെ പറ്റിയതായ തെറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്തയുടെ മുൻ സെക്രട്ടറി ആകാശത്ത് കൂടെ പറന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആകാശത്ത് കൂടെ ഇങ്ങനെ പറക്കും. ഇങ്ങനെ സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ആകാശത്ത് കൂടെ ഇങ്ങനെ പറന്ന് കളിക്കുന്ന രംഗം ഇനി നമുക്ക് കാണാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ സെക്രട്ടറി മാത്രമാണ് മുകളിൽ കയറി പറക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് മായാവി പോണ പോലെ കോരുമ്പ അങ്ങോട്ട് ശംസുൽ ഉലമ ആകാശത്ത് കൂടെ അങ്ങോട്ട് പറക്കുമ്പോൾ അമ്പകുന്ന് വീരാപ്പാപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കുന്നു. ഇവരിങ്ങനെ പറന്ന് കളിക്കണം ആകാശത്ത് കൂടെ ഡ്രോണായിട്ട്. ഇപ്പോൾ ശിരൂരിൽ ആ സഹോദരനെ കാണാത്തത് കൊണ്ട് ലോറി തന്നെ കണ്ടു കിട്ടിയിട്ടില്ല. പല നാട്ടിൽ നിന്നൊക്കെയാണ് ഡ്രോൺ കൊണ്ടുവരുത്തിയത്. അന്ന് ഇവരങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുകയായിരുന്നു. ഇപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പറഞ്ഞത് ശംസുൽ ഉലമ ആകാശത്ത് കൂടെ പറക്കുകയാണ് എന്ന്. മരിച്ചിട്ടല്ല, ജീവിക്കുമ്പോൾ തന്നെ ആകാശത്തൂടെ പറക്കാനുള്ള ശേഷിയുള്ള ആളാണ് ആര്? സമസ്തയുടെ മുൻ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ. അപ്പോൾ ഇനി കുറേ കാലം, അപ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് തക്ബീർ ചൊല്ലും. അപ്പോൾ ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറക്കാൻ തുടങ്ങും. സെക്രട്ടറി അവിടെ മുകളിൽ മുമ്പേ പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ പ്രസിഡന്റും കൂടി പോയി കഴിഞ്ഞാൽ രണ്ട് കൂട്ടും കൂടി ഒരുമിച്ച് പറക്കാം. ഇതാണ് മുസ്ലിയാക്കന്മാർ കറാമത്ത്. ഇത് ഞാൻ വെറുതെ പറയാനല്ല, അതൊക്കെ ഇവർ വന്നിരുന്ന് വിളമ്പുകയാണേ. ഇവർ വന്നിട്ട് ഇങ്ങനെ ഈ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് ഈ സമൂഹത്തിലേക്ക് എന്നെ കൊണ്ട് തള്ളുമ്പോൾ അത് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ആ വീഡിയോ, ഞാൻ 2 വീഡിയോ കാണിക്കുന്നുണ്ട്. ആ 2 വീഡിയോ നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടു നോക്കിയും എന്താണ് അതിൽ പറയുന്നത്. സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നിട്ട് പറയാണ് ശംസുൽ ഉലമ ആകാശത്തൂടെ പറക്കുകയാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറക്കാൻ ശേഷിയുള്ള ആളാണ് ആര്? ശംസുൽ ഉലമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ട് വിഴുങ്ങാൻ വേണ്ടി കുറേ അണികൾ ഇവർക്കുണ്ട്. ഈ അണികൾ ഇനി അടുത്ത കാലഘട്ടത്തിൽ പറയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആകാശത്തൂടെ പറക്കുന്നു. ഇപ്പോൾ 2 കൂട്ടർ, ആര്? ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും സമസ്തയുടെ നേതാക്കന്മാരൊക്കെ ഇവർ 2 പേരും അവർ ആകാശത്തൂടെ ഇങ്ങനെ പറക്കുകയാണ്. ഇനി പറക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ വരാനുണ്ട്. ഇപ്പോൾ കൂട്ടായിട്ട് ഇങ്ങനെ ഒരുമിച്ച് അങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ പറക്കന്നെ. ഇതാണ് ഇവരെ കറാമത്ത്. ഇതൊക്കെ വന്ന് പറയുമ്പോൾ ഈ ഈ പ്രബുദ്ധരായ ഈ ജനങ്ങൾ ഇതൊക്കെ വിഴുങ്ങാണെന്നാണ് ഇവരെ വിചാരം പോണത്. അപ്പോൾ നോക്ക്, മറ്റേ മൊയ്ലിയർ പറയുന്നത് ഇതൊക്കെ ഇവരുടെ കണ്ണികളാണ്. മറ്റേ മൊയ്ലിയർ പറഞ്ഞ അമ്പകുന്ന് വീരാപ്പാപ്പ അവിടുന്ന് അങ്ങോട്ട് പറക്കുകയാണ് എന്ന്. അപ്പോൾ അവർ പറക്കുന്നു, ശംസുൽ ഉലമ പറക്കുന്നു. ഇനി കുറേ കഴിയുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറക്കാൻ തുടങ്ങും. കാരണം ജനറൽ സെക്രട്ടറി പറക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ വിളിച്ച ആൾക്കാർ തന്നെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാലശേഷം മുത്തുക്കോയ തങ്ങൾ എന്ത് ചെയ്യും? അത് ആകാശത്തോടെ പറക്കുകയാണെന്ന് പ്രചരിപ്പിക്കും.
അപ്പൊ ഇവരൊന്ന് പറക്കുന്ന ഇവിടെ വെറുതെ ഈ ആകാശത്ത് കിടന്നിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ ലോറി ഒന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ആ മനുഷ്യനെ കൊണ്ട് നടക്കാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് താഴ്ന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതൊന്ന് കണ്ടുപിടിക്കാൻ. ഇവര് ഡ്രോണാണ് അമ്പൊങ്ങൊന്ന് വീരാപ്പ ഇവിടുന്ന് അങ്ങോട്ട് പറക്കുമ്പോൾ മറ്റാൾ അവിടെ മായാവി കളിക്കുകയാണ്. ഇപ്പൊ ആ കുട്ടൂസൻ മായാവി കളിക്കുകയാണ്, ആ കോലുമ്മ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മായാവി പോണ പോലെ ശംസുലമ അങ്ങോട്ട് പോവുകയാണ്. അത് മാത്രല്ല, ശംസുലമ ഹറമിലേക്ക് പോയി തവാഫ് ചെയ്യാണ് മരിച്ചതിന് ശേഷം. ഒരാളുടെ സൽപ്രവർത്തനങ്ങള് അമലുകള് മരണത്തോട് കൂടി കഴിഞ്ഞു. അവിടെ പോയിട്ട് സലാം പറഞ്ഞ് പലപ്പോഴും സലാം പറയുമ്പോൾ മടക്കലുണ്ടായിരുന്നു അത്ര. ഇവർക്ക് അങ്ങനെയാണ്. അവിടെ അടുത്ത് പോയിട്ടൊക്കെ വർത്തമാനം പറയാൻ പറ്റും, കഥ പറയാൻ പറ്റും. അവരിങ്ങനെ അവിടെ അടുത്ത് പോയിട്ടൊക്കെ ഇന്ന് സ്വറ പറയാം. മരിച്ചോടത്തൊക്കെ പോയിട്ട് ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ മരിച്ചവരിങ്ങനെ പറയും. ഇപ്പോൾ ശംസുലമയുടെ അടുത്ത് പോയിട്ട് സലാം പറഞ്ഞപ്പോൾ മൂപ്പര് എപ്പോഴും മടക്കലുണ്ട്. ഒരു ദിവസം പോയപ്പോൾ മിണ്ടണില്ല, ആളെ കാണാനില്ല. അങ്ങനെയാണ് പിന്നെ പോയപ്പോഴാണ് പിന്നെ ശംസുലമ പറഞ്ഞത്, ഞാനിവിടെ ഉണ്ടായില്ല, നീ വന്ന് സലാം പറയുമ്പോൾ ഞാൻ ഹറമിലേക്ക് തവാഫിന് പോയിരിക്കുകയായിരുന്നു എന്ന്. ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഭൂമിയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. അവലിയാക്കന്മാരുടെ ഇനിയൊക്കെ ആകാശത്തെ പണി. ഇപ്പോൾ അവിടെ കിടന്ന് പറക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഈ സമസ്ത മുസ്ലിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ഈ സമസ്തയുടെ നേതാക്കന്മാരിൽ നിന്ന് ഇത് വന്ന് വിളമ്പുന്നത്. നമ്മൾ മനഃപൂർവ്വം ഇവരെ മേത്ത് വെച്ച് കിട്ടല്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് പറയല്ല. ഇവർ തന്നെ വന്നിരുന്ന പച്ച മലയാളത്തിൽ ഇവർ വന്ന് വിളമ്പുകയാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോ കേട്ട വളരെ ഈ ജനങ്ങളൊക്കെ ഇത് കേൾക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെ ആകാശത്തിൽ കൂടെ പറക്കും. ഇവരെ മറ്റേ കാറിൽ കയറി ചരിത്രം അമ്പങ്ങൊന്നും വീരാപ്പം. അപ്പോൾ കാറിൽ കയറി ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ആരോ പിടിച്ച് കാറിലേക്ക് കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയി. അവിടെ നിന്ന് അപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ ആളെ ആകാശത്തേക്ക് പറക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇതൊക്കെ കേട്ട് തക്ബീർ വിളിക്കാൻ കുറേ തക്ബീർ തൊഴിലാളികളുണ്ട്. വരും കാലഘട്ടത്തിൽ പുതിയ തലമുറയിലേക്ക് ഇവർ തന്നെ പറഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ ആൾ മാറും. അപ്പോൾ എന്തായി, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആകാശത്ത് പറക്കുന്നുണ്ടായിരുന്നു. പറക്കാനുള്ള ശേഷി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇതേ അനുഭവം കേട്ടിട്ട് നേരെ എന്ത് ചെയ്യും, ശംസുലമയ്ക്ക് കൊടുത്ത കറാമത്ത് പോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും അണികൾ കൊടുത്ത് ഇതുപോലെ തന്നെ തൊപ്പും തങ്ങളൊക്കെ വെച്ച് പുസ്തകങ്ങൾ അടിച്ചിറക്കി ഈ കള്ളക്കറാമത്തുകൾ കൊണ്ട് സമൂഹത്തിൽ തട്ടുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവരുടെ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മക്കാം അവിടെയാണല്ലോ ശംസുലുലമയ്ക്ക് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. തൻ്റെ വഫാത്തിന് ശേഷം 40 ദിവസം തികയുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഒരു ശിഷ്യൻ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുമ്പോൾ അവിടെ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ ശരിക്ക് മറുപടി കൊടുക്കുമായിരുന്നു. അന്ന് ആ ശിഷ്യൻ ചെന്നപ്പോൾ ഒന്നും മിണ്ടിയില്ല. ആ ശിഷ്യൻ അവിടെ വിളയെല്ലാം നടത്തി. ളുഹർ ബാങ്കിൻ്റെ ടൈമായിരുന്നു. തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയി. അന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ മക്കാമിൻ്റെ പരിസരമുള്ള അന്നത്തെ പഴയ പള്ളി പുതുക്കിപ്പണിയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ബാങ്കിൻ്റെ സമയമായപ്പോൾ ആ പഴയ പള്ളിയിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് രണ്ടാമതും വന്നുകൊണ്ട് ശംസുലുലമയുടെ അടുക്കൽ വന്ന് ഖബറിൻ്റെ അടുക്കൽ വന്ന് അസ്സലാമു അലൈക്കും യാ ഉസ്താദി എന്ന് പറഞ്ഞ സമയത്ത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ശംസുൽ ഉലമ ശരിക്കും മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കഅബ തവാഫ് ചെയ്യാൻ പോയതായിരുന്നു. വേണ്ടി പോയതായിരുന്നു. അതുകൊണ്ടാണ് നീ വന്ന് സലാം പറഞ്ഞ സമയത്ത് നിനക്ക് ഞാൻ മറുപടി തരാതിരിക്കാനുള്ള കാരണം ഞാൻ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ആ സംഭവം കുറേ തുടർന്നു പോകുന്നുണ്ട്. പക്ഷേ നീട്ടിപ്പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു പോയിന്റ് മാത്രം എൻ്റെ വിദ്യാർത്ഥികളും ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാർ നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി